ക്യാമറയുടെ മുമ്പിൽ വരാൻ മടിയുള്ള ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വന്നേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറ്റൻഷൻ എക്കണോമി ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കണം, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രസ്റ്റ് എക്കണോമിയാണ് ഇനി ബിൽഡ് ചെയ്ത് വരുന്നത്. ആൾക്കാർക്ക് ഒരു കമ്പനി എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മുന്നേ ആഡ് കണ്ടിട്ടും അവയർനെസ് ആഡ് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്ന ട്രസ്റ്റ്, അത് എല്ലാവരും ചെയ്യുമ്പോൾ ആ ട്രസ്റ്റ് പോവുകയാണല്ലോ. അപ്പോൾ അവിടെ ജെന്യുവനായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ് ആര് ഷെയർ ചെയ്യുന്നു അതിലൂടെ ആയിരിക്കും കണക്റ്റ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് ഇപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നെസസിറ്റി ആയിട്ട് മാറും. കൃത്യമായിട്ട് നമുക്ക് നമ്മളെ കണ്ടൻറ്റ് പറയാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വേറൊരു ഗുണമുണ്ട്. അതായത് നമ്മൾ CRM എന്നൊക്കെ പറയുമല്ലോ, സെയിൽസ് ടീമിനോട് നമ്മൾ പറയും അത് റിലേഷൻ ബിൽഡ് ചെയ്യണം, എന്നിട്ട് മാത്രമേ സെയിൽ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഒരു നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ഒരാളുടെ സെയിൽസ് ടീമിന് ഓൾറെഡി അവർക്ക് നമ്മളോടൊരു പരിചയമുള്ള പോലെ ആയിരിക്കും ഉണ്ടാവുക. ഈ സെയിൽസ് ടീമിനെ വരെ കാണുന്നുണ്ടാവുക നമ്മളുടെ അസിസ്റ്റൻസ് ആയിട്ടായിരിക്കും. നേരത്തെ കേസിലാണെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്നതിന് പകരം നമ്മളുടെ ടീം മെമ്പറോട് സംസാരിക്കുക എന്നുള്ളൊരു ബഹുമാനമൊക്കെ അവർ തന്നു തുടങ്ങും. അത് നമ്മളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം നല്ലത്. എത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് അത് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.